ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ മാരാമണ്ണ റിട്രീറ്റ് സെൻറ്ററിൻ്റെ താഴെയുള്ള കൺവെൻഷനിലോട്ട് പോകുന്ന മാരാമൺ കൺവെൻഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്ന ആ റോഡിലാണ്. ആ കോഴഞ്ചേരി പാലം, രണ്ടാമത്തെ പുതിയ പാലം പണി നടക്കുന്ന സ്ഥലത്തും ആണ് നിൽക്കുന്നത്. കണ്ടോ, ഏകദേശം ഒരു 5 വർഷമായ പണിയാണ്. ഇപ്പോഴും അത് തീർന്നിട്ടില്ല. അതിൻ്റെ ഓരോ പോർഷങ്ങൾ എനിക്ക് തോന്നുന്നത് ഒരു വർഷം ഒരു പോർഷൻ എടുത്താണ് തീർന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നി. എന്ത് പെട്ടെന്ന് തീർക്കേണ്ടത്. ഏഷ്യയിലെ 1ാമത്തെ കൺവെൻഷൻ നടക്കുന്ന ഒരു സ്ഥലമാണ് മാരാമൺ കൺവെൻഷൻ. അപ്പം ഇതൊക്കെ തീർന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്കും ബിസിനസ്സുകാർക്കും എല്ലാം എന്ത് നല്ലതാണ്. അപ്പം ഇതിനകത്തൊക്കെ സർക്കാരും അതിൻ്റെ ജീവനക്കാരും അതിൻ്റെ പ്രതിനിധികളൊക്കെ വളരെ ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു. ഇത് പലരും പല പ്രാവശ്യവും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഒരാളെ പ്രതിനിധിയാക്കിയാൽ നാടിന് നന്മ ചെയ്യുക, അതാണ് വേണ്ടുന്നത്. കണ്ണുമടച്ച് ജനത്തിനു വേണ്ടി ജനത്തെ സേവിക്കുക, പ്രതിനിധി ചെയ്യേണ്ടത് അതാണ്. എന്ത് മനോഹരമായ സ്ഥലമാണ് നമ്മുടെ പമ്പയുടെ ഈ ആറെന്ന് പറയുന്നത്. എത്ര മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. കണ്ടോ, പമ്പയുടെ വിരിമാറിൽ കൂടെ നടക്കുന്ന പുതിയ പാലമാണ്. എത്രയും പെട്ടെന്ന് അത് ഇനി എനിക്കൊന്ന് ഒരു പോർഷൻ കൂടെ കഴിഞ്ഞാൽ തുടങ്ങുമെന്നാണ്, അത് തീരുമെന്നാണ് തോന്നുന്നത്. തീരട്ടെ. ഇവിടെ പ്രദേശവാസികൾക്കും എല്ലാവർക്കും അത് നല്ലത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ പ്രകൃതിയുടെ മനോഹാരിതയോടെ നമുക്ക് നോക്കാം. കണ്ടോ, കൺവെൻഷൻ നടക്കുമ്പോൾ ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല റോഡാക്കി തീർക്കും. എനിക്ക് തോന്നുന്നത് ഇനി ഒരു ജനുവരി കഴിയുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാക്കി തീരും ഇത്. കണ്ടോ, ഇപ്പം നല്ല ഇതിനപ്പുറം കാണുന്നത് പഴയ പാലം. കണ്ടോ, നല്ല ശാന്തമായിട്ട് ഈ പുഴ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. എന്ത് മനോഹരമായിരിക്കുന്നു. അതിൻ്റെ അപ്പുറം നല്ല സഭയുടെ ആയിരുന്ന കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുക. എന്ത് മനോഹരമായിരിക്കുന്നു. അപ്പം നമുക്ക് ഈ നാട്ടുകാർക്കും നമുക്ക് കേരളക്കാർക്കെല്ലാം അഭിമാനിക്കാവുന്നതാണ് പമ്പാ നദി. കണ്ടോ, ഈ പാലത്തിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഇങ്ങനെ പോയിട്ട് വാഹനങ്ങളൊക്കെ വരുമ്പോൾ എന്തോ കുലുക്കമായി, നല്ല കുലുക്കമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ പാലം പണി തീരട്ടെ, യാത്രാ സൗകര്യം ഉണ്ടാക്കട്ടെ, അധികാരികളോ യാത്രാ സൗകര്യം ഉണ്ടാക്കട്ടെ. അടുത്തൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു. ദൈവം എല്ലാവരെയും കാത്തുകൊള്ളട്ടെ.